നമ്മുടെ ലൈഫിൽ ഒരുപാട് വിഷമങ്ങൾ തോന്നിയിട്ടുള്ള ഒരുപാട് ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു ശങ്കരാചാര്യയിലെ ഞാൻ 3.5 വർഷത്തെ സർവീസിന് ശേഷം അവിടുന്ന് ഇറങ്ങുന്ന ആ ഒരു ദിവസം. കുട്ടികളെല്ലാവരും കൂടി കേക്ക് മുറിച്ചപ്പോൾ സങ്കടത്തിനുപരി സന്തോഷവും തോന്നിയിട്ടുണ്ടായിരുന്നു. ആയിരം കുഞ്ഞു കിളികൾ കുട്ടികളുടെ വകയുള്ള കേക്ക് മുറി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കൊളീഗ്സിൻ്റെ വകയായിരുന്നു ഒരു സർപ്രൈസ് കേക്ക് മുറിയായിരുന്നു. അവരൊക്കെ നല്ല സന്തോഷത്തോടെ തന്നെ സർപ്രൈസ് ആക്കാൻ നോക്കിയെങ്കിലും ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടത്തിലായിരുന്നു. എല്ലാവരും അല്ലെങ്കിലും അത്യാവശ്യം കൊളീഗ്സിൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടിട്ട് സന്തോഷം തോന്നിയതല്ല, അവർ കണ്ണ് നിറഞ്ഞപ്പോൾ അത്ര ആൾക്കാർക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവില്ലേ എന്ന് ആലോചിച്ചപ്പോൾ സന്തോഷം തോന്നി. പിന്നെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് കസിൻസിൻ്റെ കൂടെയാണ്. അവരെന്ന് പറയുമ്പോൾ കസിൻസ് മാത്രമല്ല ഫ്രണ്ട്സും കൂടിയാണ്, ഫാമിലിയാണ്, എല്ലാം. അപ്പോൾ അവരുടെ സന്തോഷത്തിന് ഒരു കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വക. ശേഷം നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഒരു നൈറ്റ് വൈബ് അടിച്ചൊന്ന് മന്തിയൊക്കെ കഴിച്ച് വന്നതിന് ശേഷം എൻ്റെ കൂടെ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കസിൻസും കൂടെ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് തിരിച്ചു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫും കൂടി ഉണ്ടായിരുന്നുകൊണ്ട് കണ്ണൂരിൽ നിന്നല്ല കാലിക്കറ്റിൽ നിന്നായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവിടെ എത്തി ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാവരോടും യാത്ര പറയാതും വീണ്ടും വിഷമമുള്ളൊരു കാര്യമാണ്. എങ്കിലും എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, ഹസ്ബൻഡിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആൾ പോകുമ്പോൾ ഞാൻ ഇതിലും കൂടുതൽ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളടുത്ത് എത്താന്ന് പറഞ്ഞത് അതിൽ സന്തോഷമുള്ള കാര്യം, പക്ഷെ ഇവരൊക്കെ വിട്ടുപോകുമെന്ന് പറഞ്ഞാൽ അതിൽ സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. എങ്കിലും എല്ലാം നല്ല രീതിയിലായി. പിന്നെ ദുബായ് എത്തിക്കഴിഞ്ഞാൽ പച്ചപ്പ് കാണാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ദുബായ് കണ്ടത് മുതൽ ഫുള്ള് പച്ചപ്പാട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമായാലും ഫുള്ള് പച്ചപ്പാണ്. പിന്നീട് ദുബായ് ലാൻഡ് ചെയ്ത് ഹസ്ബൻഡ് പുറത്തുണ്ടായിരുന്നു. ഹസ്ബൻഡിനെ കണ്ടൊരു ഷെയ്ക്കാനൊക്കെ കൊടുത്ത് ഒരു ഹഗ് കൊടുക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം, സങ്കടങ്ങളൊക്കെ കുറേ മാറി സന്തോഷത്തിലേക്ക് വഴിതെളിച്ചു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വ്ളോഗ്സും ഷോർട്ട് വീഡിയോസായിട്ട് ഇനിയും എൻ്റെ ചാനലിലൂടെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.